നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയും അതിനെപ്പറ്റി ഞാനൊരു ലേഖനം എഴുതുകയൊക്കെ ചെയ്തു. ബയോമെക്കാനിക്കൽ ബ്രെയിൻ കൺട്രോൾ എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ബുദ്ധിയെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നൊരു പരിപാടിയാണ്. ഇതൊരു ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിനെപ്പറ്റി ഒരുപാട് കമ്പനികൾ പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ പല പല വിഭാഗങ്ങളായിട്ടൊക്കെ പല രീതിയിലൊക്കെ ഗവേഷണമൊക്കെ നടത്തുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല, പക്ഷേ ഭാവിയിൽ വരാം എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്കകത്ത് ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത് ഒരു യന്ത്രത്തിന് ഫീഡ് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് പൊയ്ക്കോളും. ചില രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ അസുഖങ്ങൾ കുറയുമെന്ന് പറയുന്നു. പല പല അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഇപ്പം എലൻ മസ്കിനൊക്കെ ഇതിൻ്റെ പുറകെയാണെന്നാണെങ്കിൽ ഒരു ന്യൂസൊക്കെ ഉണ്ട്. സത്യത്തിൽ നമ്മൾ പറയുന്നത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴേ ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ലൈഫ് പോകുന്നത്. ശരിയല്ലേ? ഞാനൊരു 12 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പ്രവാസിയായിട്ട് ജോലി തുടങ്ങിയ സമയത്ത് എൻ്റെ മാനേജർ, അദ്ദേഹം ഭയങ്കരമായിട്ട് ഫോൺ അഡിക്റ്റാണ്. ഫോൺ അഡിക്റ്റ് പറഞ്ഞാൽ അദ്ദേഹത്തിന് എപ്പോഴും ഫോൺ കോൾസ് ഇങ്ങനെ പല പല സൈറ്റിൽ നിന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയും അദ്ദേഹം ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. അദ്ദേഹം ഫോൺ യൂസ് ചെയ്യാത്തൊരു സമയം ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഞാനും അദ്ദേഹം ഒരു ഷോപ്പിംഗ് മോൾ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നെറ്റ്വർക്ക് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോയി. പഴയ കാലമാണ്, 12-13 വർഷം, ഏകദേശം 15 വർഷത്തോളം പഴക്കമുള്ള സംഭവമാണ്. അപ്പോൾ അന്നൊന്നും ഇപ്പോഴത്തെ പോലൊരു എമർജൻസി ബാക്കപ്പ് ചെയ്യാനുള്ള ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് പവർ ഫെയിൽഡായി അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നിയർലി ഒരു 45 മിനിറ്റ്സ് എടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫോൺ ഉപയോഗശൂന്യമായിട്ട് നിൽക്കുകയാണ്, വെറും ഡെഡാണ്. ജസ്റ്റ് സിഗ്നലൊന്നും കാണിക്കുന്നില്ല, ആരെയും കോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ മയക്കുമരുന്ന് കിട്ടിയിട്ട് മയക്കുമരുന്ന് കിട്ടാത്തൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില വികാരങ്ങളില്ലേ, ഇങ്ങനത്തെ ഒരു വിഭ്രാതി ആ സാറിൽ ഞാൻ കണ്ടു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അയ്യോ എനിക്കങ്ങ് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു, കാരണം ഫോൺ വരുന്നുമില്ല, അദ്ദേഹത്തിന് ആരും വിളിക്കാനും പറ്റുന്നില്ല. കാരണം ഞങ്ങളൊക്കെ കൂടെ നിൽപ്പുണ്ട്, എന്നിട്ട് പോലും അദ്ദേഹത്തിന് മാനസികാവസ്ഥ ഭയങ്കര അതികഠിനമായിരുന്നു. ഞാൻ പറഞ്ഞേ, ഇപ്പോൾ അന്ന് ഞാൻ ചിരിച്ചെങ്കിലും ഇന്നിപ്പോൾ ഏകദേശമൊക്കെ എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് നോക്കുന്നതും ഫോണിലാണ്. അലാറം ഓഫ് ചെയ്യുന്നു, ഫോൺ ഓണാക്കുന്നു, വാട്സപ്പിൽ കുറേ മെസ്സേജസ് വരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജസ് വരുന്നു. എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഫോണിലാണെങ്കിൽ ഞാൻ ഓൺ ചെയ്യുമ്പം കുറേ മെസ്സേജസ് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ വലിയ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നുന്നത്. ഇടയ്ക്ക് ഒരു സമയത്ത് ഫേസ്ബുക്ക് ഡൗൺ ആയിരുന്നു, വാട്സപ്പ് ഡൗൺ ആയിരുന്നു. സത്യം ഞാൻ ശ്വാസം മുട്ടി. അദ്ദേഹം അനുഭവിച്ച ആ അനുഭവം ഞാൻ അനുഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോൺ അഡിക്റ്റാണ്. കാരണം നമ്മളെ നിയന്ത്രിക്കുന്ന ഫോണാണ്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണമെങ്കിലോ, ഇതൊക്കെ ഫോൺ വച്ചായിരിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾ കാണാം രാത്രി മുഴുവൻ ഇരുന്ന് ഫോണിലായിരിക്കും, ഓഫീസിൽ വന്നിരുന്ന് ഉറങ്ങുന്നത് കാണാം. അല്ലെങ്കിൽ അവർക്ക് ക്ഷീണമാണ്, ചോദിക്കുമ്പം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു പോകും. ഫോണിന് അഡിക്റ്റാണ്. നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്നത് എളുപ്പത്തിൽ ഉപകരണങ്ങളാകും. മനുഷ്യ നിർമ്മിതമായ ഒരു സാധനം സത്യം പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല. നമ്മൾ